നമസ്കാരം. ഉണ്ടിരുന്ന ആൾക്കുണ്ടായ ഉൾവിളി പോലെ സർക്കാരിന് വിശ്വാസി സ്നേഹം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സർക്കാരിന് പൊടുന്നനെ ഉണ്ടായ അയ്യപ്പ വിശ്വാസവും വിശ്വാസി സ്നേഹവും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഉണ്ടായി വന്നതാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്വീകരിച്ച നവോത്ഥാന നിലപാട് തുണയ്ക്കാത്തതിനെ തുടർന്ന് വീടാന്തരം കയറിയാണ് CPM വിശ്വാസികളുടെ പിന്തുണ തിരിച്ചുപിടിച്ചത്. പിന്നെ എന്താണ് ഇപ്പോഴൊരു അയ്യപ്പ പ്രേമം എന്നോർക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം സർക്കാരിൻ്റെ നിലപാട് സത്യവാങ്മൂലം വഴി കോടതിയിൽ കിടപ്പുണ്ട്. അത് തിരുത്താതെ അയ്യപ്പ സംഗമം നടത്താവുന്നത് എങ്ങനെയെന്നാണ് പ്രതിപക്ഷ കോൺഗ്രസും BJPയും ചോദിക്കുന്നത്. ഇത് വെറും ശബരിമല വികസന പ്രശ്നം എന്ന് സർക്കാരും പറയുന്നു. വേണമെങ്കിൽ സർക്കാർ നിലപാടിൽ തിരുത്തലും വരുത്തിക്കളയും എന്ന മട്ടിൽ ആഗോള വിശ്വാസികൾക്കായി പാർട്ടിയുടെ നട തുറക്കുകയാണ്. നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലെ എൻ്റെ ഭക്തി കൂടി. ഞാൻ എന്നൊരു ഭാവം മലിയുകയായി, നീ എന്ന വിചാരം മൊഴിയുമാത്മസരസിൽ, സകലതും നീ സകലതും ഞാൻ, പരമസത്യത്തിൻ പൊരുളതൊന്നറിവൂ. ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയണില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. ഈ നവോത്ഥാനേ പറയാനൊക്കെ എളുപ്പാ. നമ്മള് കുറെ പേര് ഈടെ രാമായണം വായിക്കാനും ഉറിയടിക്കാനും ഉള്ളതുകൊണ്ടാ അല്ലേ കാണായിരുന്നു. ഇനി ഈടേം കൂടെ വിരിയാനുള്ളൂ. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. ഇല്ലേ, വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി അയ്യപ്പൻ കൊടുത്ത ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് ആ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് തന്നെ വന്നിട്ടുള്ളത്. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ധ്വംസിക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോഴൊരു സത്യവാങ്മൂലമുണ്ട്. സത്യവാങ്മൂലം ഇതവരെ തിരുത്തിയിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുന്ന പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുമെന്ന്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്നൊരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല. എന്തോ നാടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ. അല്ലച്ചാ, തുടങ്ങിയാ പിന്നെ എനിക്ക് നിർത്താനൊക്കില്ല, ലയിച്ചിരുന്നു പോവും ഭഗവാന്റെ ഓരോ ലീലാവിലാസം. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? വല്ലതും തരാമെന്ന് പറഞ്ഞോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി വർഷമായതിനാൽ ശബരിമല വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വിളിക്കാൻ ദേവസ്വം മന്ത്രി കൂടി പോയതിനാൽ ഇത് സർക്കാർ പരിപാടിയാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. ശരിക്കും ഇത് ആരുടെ കലാപരിപാടിയാണ്? ദേവസ്വം ബോർഡിൻ്റേതോ സർക്കാരിൻ്റേതോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? ഇത് രാഷ്ട്രീയ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്?
അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പം അയ്യപ്പൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെ ഭക്തന്മാർ തിരിച്ചറിയും. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പോൾ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല ഗവൺമെൻറ്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. ഭൂരിപക്ഷ പ്രീണനം എന്ന വിമർശനവും വന്നു കഴിഞ്ഞു. ഹിന്ദു കാർഡ് കളിച്ച് വോട്ടെല്ലാം BJP കൊണ്ടുപോകാതിരിക്കാനുള്ള CPMൻ്റെ വോട്ട് അധികാർ യാത്രയാണ് ശരിക്കും ആഗോള അയ്യപ്പ സംഗമം. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. പാർലമെന്റ്, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പം ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കണ ആളാ. ഇപ്പം ന്യൂനപക്ഷ പ്രീണനം പോയി മെജോറിറ്റി പ്രീണനായോ? ആഗോള സംഗമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിട്ട് എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടു വരാം എന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര് കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. NSSും SNDPയും വരെ പിന്തുണച്ച അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ UDFും BJPയും തയ്യാറാവുമോ എന്നതാണ് അടുത്ത ചോദ്യം. BJP ബദൽ സംഗമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. നിനക്ക് എന്തൊക്കെ അറിയാം? അധ്വാനിക്കുന്ന ഒരാളാണ്, കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, ഹിന്ദു വിശ്വാസിയാണ്. ശബരിമലയിൽ 18 തവണ 18 പടി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയെ കുറിച്ചും മറ്റേ 2-3 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്നലെയും ഇന്നും നാളെയും വിശ്വാസികൾക്കൊപ്പം എന്നാണ് നടപ്പിലും നിൽപ്പിലും വേഷത്തിലും വരെ അടിമുടി വിശ്വാസിയായി മാറിയെന്ന് തോന്നിക്കുന്ന പാർട്ടി സെക്രട്ടറി പറയുന്നത്. യുവതീ പ്രവേശന വിഷയത്തിൽ ചർച്ച ചെന്നെത്താതിരിക്കാൻ ഗോവിന്ദൻ മാഷ് പണിപ്പെടുന്നുമുണ്ട്. നോക്ക് മാലയിട്ടിട്ടുള്ള വരവാ. ഇനിയിപ്പോ ശബരിമലയിൽ വല്ല മേൽശാന്തിയായിട്ട് വരുമെന്ന്. അല്ല, ചരിത്രമുണ്ടേ. ചിന്താവിഷയ ശ്യാമളയിൽ ശ്രീനിവാസന്റെ ഒരു വരവുണ്ട്. ഇനിയിപ്പോ അതുപോലെ വല്ല ആകുമെന്ന്. അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറേയും കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രയാസം? ഞങ്ങൾക്കൊരു പ്രയാസമില്ല. പ്രായശ്ചിത്തം ആയിട്ട് അയ്യപ്പ സംഗമത്തിന് വരാൻ സർക്കാർ തയ്യാറായല്ലോ. ഇതൊരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഉള്ളിലെ ഭഗവത് ദീപത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. ആ നിങ്ങൾ തന്നെ അത് അണച്ചു കളയാൻ പറയല്ലേ അച്ഛാ. പ്രചാരവേല തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ നടന്നിട്ടുണ്ടെങ്കിലും വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും CPM സ്വീകരിച്ചിട്ടില്ല, കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ മാഷേ, ഒരു വലിയ വിശ്വാസി സമൂഹം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. കണ്ടില്ലേ? ആചാര ലംഘനം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യം. വിശ്വാസി സമൂഹത്തിനെതിരായ ഒരു നിലപാടും CPM സ്വീകരിക്കാറില്ല. വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാവുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പാർട്ടിയാണ് CPM. 41 ദിവസം വ്രതമെടുത്ത് കൊല്ലാകൊല്ലം മലയ്ക്ക് വന്ന നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ സഖാവ്? ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇപ്പൊ പൗഡർ ഇട്ട് ഇറങ്ങിയ മാരിണ്ടാവും. ഓർക്കല്ല എന്തു ആവാം മാഷേ. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മാതിരിക്ക് എന്നെ ചെയ്യണം. അതുകൊണ്ട് നമ്പ്യാര് പറഞ്ഞ പോലെ മാഷ് നിപ്പിലും നടപ്പിലും വേഷത്തിലും ഇനി ഒരു തനി അയ്യപ്പനായിരിക്കണം. അത് വിശ്വാസികൾക്കൊപ്പാണ് ഞങ്ങൾ. അതിന്റെ സംശയം
എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ്, ഇനി ഇപ്പോഴും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഈ നാളെയും അത് തന്നെയാണ്. അത്രയും പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കുറച്ച് ഉള്ളുന്നതൊക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വെറുതെ പറയുന്നതല്ല, അത് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ആളുകൾ വിശ്വാസത്തിന് പേരും പറഞ്ഞിട്ട് വർഗീയം കൊണ്ട് നടക്കുകയാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിശ്വാസമില്ല, വർഗീയതക്ക് വിശ്വാസമില്ല, ഒരു വർഗീയവാദിക്കും വിശ്വാസമില്ല. എങ്കിൽ നിങ്ങളുടെയൊക്കെ ഭക്തി വെറും കാപട്യാണ്. ഒരു നാൾ ദൈവം അത് തിരിച്ചറിയും. നിങ്ങൾക്കതിനുള്ള ശിക്ഷയും കിട്ടും. നടയടക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷേത്രത്തിലെത്തണം.